വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റൈസിന്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 2 മുട്ട എടുത്ത് ഉപ്പും കുരുമുളകും ഇട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് തുടങ്ങിയ സ്പൈസസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിച്ച് ചെറിയുള്ളി ഒന്ന് സോട്ടാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് ഒരു മീഡിയം സൈസ് സവാളയും ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് സോട്ടായി വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ വളരെ കുറച്ച് മാത്രം ഗരം മസാലയും ചേർത്ത് പച്ചമണം മാറുമ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചോറും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എഗ് റൈസ് റെഡിയായി. ടേസ്റ്റും ആണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്.